നാവിലെ വെള്ളമൂറും രുചിയിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കൊണ്ടാട്ടം, അതിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പൊ അതിനായിട്ട് 1 കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് എടുക്കുക. കുറച്ച് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ബീഫ് നന്നായിട്ട് ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. 3/4 ഭാഗത്തോളം വെന്ത ബീഫ് ഈ ഒരു വെള്ളത്തിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. ഈ ഒരു മസാലപ്പൊടികളെല്ലാം ഞാൻ ഈ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. ഈ ഒരു മസാലപ്പൊടികൾ മിക്സ് ചെയ്യുന്നത് ബീഫ് വേവിച്ച ഒരു വെള്ളം കൊണ്ട് തന്നെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ബീഫ് ഫ്രൈ ചെയ്ത കുറച്ച് ഓയിലേക്ക് തന്നെ ഇതിൽ കുറച്ച് കൊണ്ടാട്ടമുളകൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഏറെ തന്നെ ചെറിയുള്ളിയും ഉപ്പിട്ട് നന്നായി വഴണ്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ആ ഒരു പൊടികളെല്ലാം ഇവിടെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഒരു വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും നാരങ്ങ നീരും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ബീഫ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ഫാത്തിമാസ് കറി വേൾഡ് യൂട്യൂബ് ചാനൽ ബീഫ് കൊണ്ടാട്ടം എന്ന് സെർച്ച് ചെയ്താൽ മതി.